US എയർവേസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 1549 2009 ജനുവരി മാസം 15-ാം തീയതി അമേരിക്കയിലെ ഹഡ്സൺ നദിയിൽ നടത്തിയ എമർജൻസി ലാൻഡിംഗ് ഒരു തരം അവിശ്വസനീയമായ അത്ഭുതമായിരുന്നു. അതിനു മുമ്പും അതിന് ശേഷവും മറ്റൊരാൾക്കും നടത്താൻ സാധിക്കാത്ത വിമാന ലാൻഡിംഗ്. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ലാഗാഡിയ വിമാനത്താവളത്തിൽ നിന്ന് വൈകുന്നേരം കൃത്യം 3:25 നോർത്ത് കരോളിനയിലെ ചാർലോട്ട് വിമാനത്താവളത്തിലേക്ക് വിമാനം പറന്നുയർന്നത്. വിമാനത്തിൽ 5 ക്യാബിൻ ക്രൂ അംഗങ്ങളും 150 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്. വിമാനയാത്രികരുടെ സന്തോഷത്തിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല. വിമാനത്തിലെ ക്യാപ്റ്റൻ ചെസ്ലി സുള്ളൻബർഗർ ആയിരുന്നു. വിമാനം പറന്നുയർന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എഞ്ചിനിൽ ഒരു പറ്റം കനേഡിയൻ കടൽക്കാക്കകൾ വന്നിടിച്ചു. 2 എഞ്ചിനുകളും തുടർന്ന് പറക്കാൻ കഴിയാത്ത രീതിയിൽ ഗുരുതരമായി കേടായി. പരിചയസമ്പന്നരായ വിമാനത്തിൻ്റെ ക്യാപ്റ്റന്മാർ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പരമാവധി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ക്യാപ്റ്റൻ സുള്ളൻബർഗർ താൻ വിമാനം തിരിച്ച് പറത്തുകയാണെന്ന് ലാഗാഡിയ എയർ കൺട്രോളിനെ അറിയിച്ചു. എന്നാൽ വിമാനം അതിവേഗം താഴോട്ട് പതിക്കാൻ തുടങ്ങിയതോടെ വിമാനം ഒരു തരത്തിലും ലാഗാഡിയ വിമാനത്താവളത്തിൽ എത്തിക്കാൻ കഴിയില്ലെന്ന് ക്യാപ്റ്റന് ഉറപ്പായി. അതോടെ വ്യോമയാന ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ തീരുമാനമെടുക്കാൻ ധീരനായ ക്യാപ്റ്റൻ സുള്ളൻബർഗ് തയ്യാറായി. വിമാനം ഹാഡ്സൺ നദിയിൽ വാട്ടർ ലാൻഡിംഗ് നടത്താൻ പോകുന്നു. 3:29 ആയപ്പോൾ ക്യാപ്റ്റൻ ഇൻ്റർകോമിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, "ദിസ് ഈസ് ക്യാപ്റ്റൻ, ബ്രേസ് ഫോർ ഇമ്പാക്റ്റ്." വിമാനത്തിനുള്ളിലെ യാത്രക്കാർ കൂട്ട നിലവിളിയായി. എല്ലാവരും മനസ്സിൽ മരണത്തെ മുഖാമുഖം കണ്ടു. പക്ഷേ ക്യാപ്റ്റൻ മാത്രം കുലുങ്ങിയില്ല. സുള്ളൻബർഗ് പക്ഷികളിടിച്ച് എൻജിൻ കേടായി കൃത്യം 3.5 മിനിറ്റിന് ശേഷം വിമാനത്തെ അമേരിക്കയിലെ ഹഡ്സൺ നദിയിൽ ഇറക്കി. വിമാനത്തിൻ്റെ പിൻഭാഗമാണ് ആദ്യം നിലം തൊട്ടത്. ആ ഭാഗത്ത് കാര്യമായ കുഴപ്പവും ഉണ്ടായി. വിമാനത്തിൻ്റെ പിൻഭാഗത്തുകൂടെ വിമാനത്തിനുള്ളിലേക്ക് തണുത്തുറഞ്ഞ ഹഡ്സൺ നദിയിലെ വെള്ളം കയറിയെങ്കിലും വിമാനം പൊങ്ങിത്തന്നെ കിടന്നു. ഇന്ധനം താരതമ്യേന കുറവായതായിരുന്നു കാരണം. അതുകൊണ്ടാണ് വിമാനം പൊങ്ങിക്കിടന്നത്. യാത്രക്കാരും പിന്നീട് വിമാന ജീവനക്കാരും വിമാനത്തിൻ്റെ മുൻഭാഗത്തുകൂടെ വിമാനത്തിൻ്റെ ചിറവുകളിലും ഊതി വീർപ്പിക്കാവുന്ന റാഫ്റ്റുകളിലും കയറിപ്പറ്റി. തങ്ങൾ ജീവനോടെ വിമാനത്തിൻ്റെ ചിറകുകളിൽ കയറിപ്പറ്റിയത് പലർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. സ്വപ്നം കാണുകയാണെന്നാണ് പലരും കരുതിയത്. അപ്പോഴത്തേക്കും നദിയിൽ സവാരി നടത്തുകയായിരുന്ന ബോട്ടുകൾ വിമാനത്തിനടുത്തേക്ക് കുതിച്ചു. തണുത്തുറഞ്ഞ വെള്ളത്തിൽ വീണ പല യാത്രക്കാരെയും ഹൈപ്പോതെർമിയക്ക് ചികിത്സിക്കേണ്ടി വന്നു. 5 യാത്രക്കാർക്ക് മാത്രമാണ് ഗുരുതരമായി പരിക്കേറ്റത്. പലർക്കും വിവിധ തരത്തിലുള്ള മനോരോഗങ്ങൾ പിടിപെട്ടു. എന്നാൽ ആർക്കും ജീവാപായം ഉണ്ടായില്ല. സംഭവത്തോടെ സുള്ളൻബർഗ് അമേരിക്കയിലെ ദേശീയ ഹീറോയായി മാറി. പലരും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ വിമർശിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് അമേരിക്കൻ ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ശരിവെച്ചു. വിമാനം പിന്നീട് കെട്ടിവലിച്ച് നോർത്ത് കരോലിനയിലെ കരോലിന ഏവിയേഷൻ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും വിമാനത്തിലെ യാത്രക്കാർക്കും തങ്ങളുടെ ഫ്ലാറ്റുകളിലെ ജനാലകളിലൂടെ കാഴ്ച കണ്ട ന്യൂയോർക്ക് നിവാസികൾക്കും ഞെട്ടലിൽ നിന്ന് മോചിതരാവാൻ കഴിഞ്ഞിട്ടില്ല.